ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ നിന്നും ലഭിച്ച ഒരു നാമം അതൊരു കുടുംബത്തിന്റെ അഭിമാനമായും പിന്നീട് ഒരു രാജ്യത്തിന്റെ തന്നെ കിരീടമായും മാറിയതെങ്ങനെ? അത് മിത്തുകളും ചരിത്ര യാഥാർത്ഥ്യങ്ങളും ഇഴചേർന്ന ഒരു അത്ഭുതകരമായ കഥയാണ്. ഏകദേശം 3900 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ തുർക്കിയുടെ പ്രദേശമായ ഹാരാൻ എന്ന സ്ഥലത്തെ യാബൂക്ക് എന്ന നദിയുടെ തീരം അത്യാവശ്യം നിലാവുള്ള ഒരു രാത്രി അവിടെ അതിഭയങ്കരമായ ഒരു മല്ലയുദ്ധം നടക്കുകയാണ്. ഒരു സാധാരണ മല്ലയുദ്ധമല്ല, അതൊരു മനുഷ്യനും ദൈവദൂതനും തമ്മിലുള്ള മല്ലയുദ്ധമാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന ആ അതിശക്തനായ യോദ്ധാവിനെ എത്ര ശ്രമിച്ചിട്ടും ആ മനുഷ്യനെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. എങ്കിലും ഒട്ടും പിന്മാറാതെ അയാൾ പൊരുതിക്കൊണ്ടേയിരുന്നു. നേരം പുലർച്ചെ ആവാറായി, യുദ്ധം അവസാനിച്ചില്ല. നേരം പുലർന്നു, നമുക്ക് പോരവസാനിപ്പിക്കാം, എന്നെ പോകാൻ അനുവദിക്കാം എന്നൊക്കെ ആ ദൈവദൂതൻ ആ മനുഷ്യനോട് പറഞ്ഞു നോക്കി. പക്ഷെ അയാൾ അപ്പോഴും വളരെ ശക്തമായി തൻ്റെ എതിരാളിയെ ഞെരിച്ചമർത്തിക്കൊണ്ടേയിരുന്നു. തീരെ സഹി കെട്ടിട്ട് ദൈവദൂതൻ ആ മനുഷ്യന്റെ തുടയിലെ സന്ധികളിൽ വിരൽ കൊണ്ട് ശക്തമായി അമർത്തി. സന്ധി തെറ്റി കഠിനമായ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടും അയാൾ ആ ദൈവദൂതനെ വിട്ടില്ല. നീ സ്വർഗത്തിൽ നിന്നും വന്ന ദിവ്യപുരുഷനാണെന്ന് എനിക്കറിയാം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കർക്കശമായി തന്നെ ആ മനുഷ്യൻ തന്റെ നിലപാട് അറിയിച്ചു. ദൈവദൂതൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അയാൾ പറഞ്ഞു, യാക്കോബ്. നീ മനുഷ്യനോട് മാത്രമല്ല ദൈവത്തോടും മല്ലുപിടിച്ച് ജയിച്ചിരിക്കുന്നു. ഇന്നു മുതൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. അതെ, ദൈവത്തിന്റെ പോരാളി എന്നർത്ഥം വരുന്ന ഇസ്രായേലിന്റെ കഥയാണത്. ക്രിസ്ത്യൻ, മുസ്ലിം, യഹൂദ വിശ്വാസികളുടെ പുണ്യപിതാവ് അബ്രഹാം, അദ്ദേഹത്തിന്റെ മകൻ ഇസഹാക്കിന് 2 മക്കളാണ്, ഏശാവും യാക്കോബും. വേട്ടക്കാരനായിരുന്ന മൂത്ത മകൻ ഏശാവ് അപ്പന്റെ പ്രിയപുത്രനായിരുന്നു. തൻ്റെ അന്ത്യകാലം അടുത്തു എന്ന് ബോധ്യമായ ഒരു ദിവസം ഇസഹാക്ക് തന്റെ മകനെ വിളിച്ച്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാട്ടുമാനിന്റെ ഇറച്ചി നീ വേട്ടയാടി എനിക്ക് കൊണ്ടുതരണം. അത് ഭക്ഷിച്ച് നിന്റെ അവകാശമായ പിതാവിന്റെ അനുഗ്രഹം ഞാൻ നിനക്ക് നൽകാം. ഈ വിവരമറിഞ്ഞ മാതാവ് റിബേക്ക ഇളയ മകനായ യാക്കോബിന് ഈ അനുഗ്രഹം നേടിക്കൊടുക്കുവാൻ വേണ്ടി ഒരു തന്ത്രം മെനയുന്നു. അവർ തൻ്റെ മകൻ യാക്കോബിനെ വിളിച്ചിട്ട് ഏശാവിന്റെ വസ്ത്രങ്ങളുമൊക്കെ അണിയിച്ച് ആടിനെ കൊന്ന് കറി വെച്ച് അന്ധനായ ഇസഹാക്കിനെ കബളിപ്പിച്ച് ജ്യേഷ്ഠൻ ലഭിക്കേണ്ട അനുഗ്രഹം അങ്ങനെ യാക്കോബ് നേടിയെടുക്കുകയാണ്. പിന്നീട് ജ്യേഷ്ഠൻ വരുമ്പോൾ തന്നെ കൊന്നുകളയും എന്ന് പേടിച്ച് യാക്കോബ് തൻ്റെ സ്വന്തം ദേശമായ കനാൻ ദേശം വിട്ടിട്ട് ഹാരാനിലേക്ക് ഓടിപ്പോവുകയാണ്. കാലങ്ങൾക്ക് ശേഷം തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി വരുവാൻ ഒരു മോഹം. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഭാര്യമാരും മക്കളും ദാസിദാസന്മാരുമായി ഒരു വലിയ സമൂഹമായി യാക്കോബ് വളർന്നിരുന്നു. തങ്ങളുടെ സമ്പത്തായ ആടുമാടുകളെയും കൂട്ടി കനാനിലേക്കുള്ള യാത്രയിലായിരുന്നപ്പോൾ യാക്കോബിന് ഒരു വിവരം ലഭിച്ചു. തൻ്റെ ജ്യേഷ്ഠനായ ഏശാവ് 400 സായുധ പുരുഷന്മാരെയും ചേർത്ത് തനിക്കെതിരെ വരുന്നു. ഭയന്ന് വിറച്ച് തൻ്റെ കുടുംബത്തെയും ആടുമാടുകളെയും ഒക്കെ പല ഗ്രൂപ്പുകളായി തിരിച്ച് യാബൂക്ക് എന്ന നദിക്കക്കരെ സുരക്ഷിതമായി എത്തിച്ചിട്ട് ഇക്കരെ ആ രാത്രിയിൽ തനിച്ചായപ്പോഴാണ് അസാമാന്യ കരുത്തും തേജസ്സുമുള്ള ഒരു യുവാവ് അതുവഴി വന്നിട്ട് യാക്കോബിനെ ഒരു മല്ലയുദ്ധത്തിനായി വെല്ലുവിളിച്ചത്. അത് ജയിച്ച് ദൈവത്തിന്റെ സ്വന്തം പോരാളിയായി നിൽക്കുന്ന യാക്കോബ് അതാ ജ്യേഷ്ഠനും സൈന്യവും തനിക്കെതിരെ നടക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന യാക്കോബിനെ ഏശാവ് മുൻപോട്ട് വന്ന് തൻ്റെ മാറോടണച്ച് ഉണരുകയായിരുന്നു. കാലങ്ങളായി അന്യപ്പെട്ടു നിന്ന
തന്റെ സഹോദരനെ സ്വീകരിക്കാൻ വന്ന ഏശാവിനെ ഇസ്രായേൽ വെറുതെ ഭയപ്പെട്ടു. തന്ത്രശാലി ദൈവത്തിന്റെ സ്വന്തം ജനവും ചതിക്കപ്പെട്ട ഏശാവ് ഈ കഥയിൽ ജനമനസ്സുകളിൽ അത്ര പരിഗണിക്കപ്പെടാതെ പോകുന്നതും നമുക്ക് കാണാം. ഈ യാക്കോബിന്റെ 12 മക്കളാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ. ഒരു മനുഷ്യന് ലഭിച്ച നാമം ഒരു കുടുംബത്തിലേക്കും പിന്നീട് ഒരു രാഷ്ട്രത്തിലേക്കും പടർന്നു പിടിച്ചത് ചരിത്രമാണ്. ലോക ഭൂപടത്തിലെ ഒരു ചെറിയ രാജ്യം, പക്ഷെ അത് ലോക ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് ഇന്ന് നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ ജീവിതയാത്ര അത് വല്ലാത്ത ഒരു കഥയാണ്. അതിൽ കണ്ണുനീരിന് നനവുണ്ട്, രക്തത്തിന്റെ രൂക്ഷഗന്ധവും പീഡനങ്ങളുമുണ്ട്. അന്ന് കനാനിൽ എത്തപ്പെട്ട യാക്കോബിന്റെ കുടുംബം അവിടെ വലിയൊരു സമൂഹമായി മാറി. ഒരിക്കൽ കനാനിൽ ഒരു വലിയ ക്ഷാമം നേരിട്ടു. അന്ന് ഇസ്രായേൽ മക്കൾ കൂട്ടമായി മിസ്രൈമിലേക്ക് കുടിയേറിപ്പാർത്തു, ഇന്നത്തെ ഈജിപ്റ്റ്. അവിടെയും അവർ വർദ്ധിച്ച് ഒരു വൻ ശക്തിയായി തീർന്നു. പക്ഷെ കാലക്രമേണ മിസ്രൈമിലെ അല്ലെങ്കിൽ ഈജിപ്തിലെ ഫറവോമാർ ഇസ്രായേലിനെ അടിമകളാക്കി. 400-ലധികം വർഷത്തെ അതിക്രൂരമായ അടിമത്വം അതികഠിനമായപ്പോൾ ദൈവം ഇസ്രായേലിന്റെ മോചനത്തിനായി അവരിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു. വിക്കനായ മോശെ എന്ന പ്രവാചകൻ. ദൈവകൽപ്പന പ്രകാരം മരുഭൂമിയിൽ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനായി ഇസ്രായേൽ ജനത്തെ വിട്ടയക്കണം എന്ന് മോശയും അദ്ദേഹത്തിന്റെ സഹോദരൻ അഹരോനും ഫറവോയുടെ കൊട്ടാരത്തിൽ ചെന്ന് അറിയിക്കുന്നു. അവരുടെ ആവശ്യം നിഷ്കരണം തള്ളിയ ഫറവോയ്ക്ക് യഹോവ 10 ബാധകളെ അയച്ച് അതികഠിനമായി പീഡിപ്പിക്കുകയാണ്. കഠിനമായ ദൈവശിക്ഷയിൽ പരാജിതനായി ഒടുവിൽ ഫറവോ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചു. അങ്ങനെ BC 1446 മോശയുടെ നേതൃത്വത്തിൽ 6 ലക്ഷത്തോളം പുരുഷന്മാരും അവരുടെ ഭാര്യമാരും മക്കളും ആടുമാടുകളും ഒക്കെയായി ഒരു വലിയ സമൂഹം ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത മണ്ണിലേക്ക് വലിയ സ്വപ്നങ്ങളും നെയ്ത് അവർ യാത്ര തുടങ്ങി. ആ യാത്ര ബൈബിളിൽ പുറപ്പാട് എന്ന ഭാഗത്ത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ പക്ഷേ തെല്ലു ദൂരം പിന്നിട്ടപ്പോൾ ഫറവോയ്ക്ക് ഒരു വീണ്ടും വിചാരമുണ്ടായി. ലക്ഷക്കണക്കിന് അടിമകളെ വിട്ടയച്ചത് തന്റെ രാജ്യത്തിന് വലിയ നഷ്ടമാണ് എന്ന് മനസ്സിലാക്കി ഫറവോയും സൈന്യവും അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അവരെ പിന്തുടരുന്നു. അപ്പോഴേക്കും അവർ ചെങ്കടലിന്റെ തീരത്ത് എത്തിയിരുന്നു. അന്ന് യഹോവ ചെങ്കടലിനെ 2ആയി പിളർന്ന് തന്റെ ജനത്തെ സുരക്ഷിതമായി അക്കരെ എത്തിച്ചു. പിന്നാലെ വന്ന ഫറവോയുടെ സൈന്യത്തെ ചെങ്കടൽ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് കഥ. ആ കാലത്ത് കനാനും ഈജിപ്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അനേകം വ്യാപാര പാതകളൊക്കെയും സജീവമായിരുന്നു. എങ്കിൽ പോലും ഇസ്രായേൽ മക്കളുടെ ആ യാത്ര അവസാനിക്കുന്നത് 40 വർഷങ്ങൾക്ക് ശേഷമാണ്. അതെന്തുകൊണ്ടാണ്? ഒന്നാമതായി, കടൽ തീരത്തു കൂടിയുള്ള യാത്ര ദൈവം അനുവദിച്ചില്ല. കാരണം ഫെലിസ്ത്യരുടെ ശക്തമായ ആക്രമണം അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് യാത്ര സീനായ് മരുഭൂമിയിലൂടെ തിരിച്ചുവിട്ടു. എന്നിട്ട് പോലും മാസങ്ങൾക്കുള്ളിൽ അവർ കനാന്റെ അതിർത്തി പ്രദേശമായ കാദേശ് ബർണയിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെ താവളമടിച്ച ശേഷം കനാനിലെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ മോശ 12 ചാരന്മാരെ അവിടേക്ക് അയച്ചു. അവരിൽ 10 പേരും തിരികെ വന്നറിയിച്ചത് ഭീതികരമായ വാർത്തകളായിരുന്നു. ആ ദേശം വളരെ മനോഹരമാണ്, എങ്കിലും ഇപ്പോൾ അവിടെ വസിക്കുന്നവർ രാക്ഷസന്മാരെ പോലെ അതിശക്തന്മാരാണ്. അവരുടെ കോട്ടകളും വളരെ വലുതാണ്. നമുക്കവരെ പരാജയപ്പെടുത്താനാവില്ല. ജനം ഭയപ്പെട്ട് മോശയ്ക്കെതിരെ പിറുപിറുത്തു. മറ്റൊരു നേതൃത്വത്തിൽ ഈജിപ്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുവാനായിട്ട് തയ്യാറെടുത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ മോശെ ദൈവത്തിന്റെ മുമ്പിൽ തളർന്നു വീണു. പിന്തിരിഞ്ഞു നിന്നിരുന്ന ആ ഇസ്രായേൽ മക്കളെ പിന്നീട് മോശെ എങ്ങനെ നിയന്ത്രിച്ചു? അവർ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയത് എങ്ങനെ എന്ന്, തുടർന്നുള്ള അവരുടെ വളർച്ചയും തളർച്ചയും എങ്ങനെയൊക്കെയായിരുന്നു? വംശഹത്യകളിൽ നിന്നും അവഗണനകൾക്കടിയിൽ നിന്നും ചോരയിലും കണ്ണീരിലും ചവിട്ടി ഇന്നത്തെ ഇസ്രായേലിലേക്ക് അവർ വളർന്നതുവരെയുള്ള കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.